ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദുഃഖം തളം തെറ്റി കിടക്കുന്ന ദുഃഖവെള്ളിയാഴ്ച എന്നൊക്കെ പഴമക്കാർ കേട്ടുപഠിപ്പിച്ച ദുഃഖവെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ദുഃഖവെള്ളിയാഴ്ച ദുഃഖം തളം കെട്ടി കിടക്കുക മാത്രമല്ല, ഉദ്ധാന തിരുനാണ്ട് ഉദയരശ്മികൾ ഈ ദുഃഖവെള്ളിയുടെ അരികിൽ നിൽക്കുന്നുണ്ട്. പ്രത്യാശയോടുകൂടി ഈ ദുഃഖവെള്ളിയാഴ്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കും. 3 കാര്യങ്ങളാണ് ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ഓർമ്മപ്പെടുത്തുക. കാരിരുമ്പിന്റെ കരുത്തുള്ള ആണി കാതലുള്ള മരത്തിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ അതിലൊരു ജീവനുണ്ടായിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയ ദുഃഖവെള്ളി. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞ ദിവസത്തിൻ്റെ ഓർമ്മയാണ് ദുഃഖമില്ലാത്ത ഈ ദുഃഖവെള്ളി. രണ്ടാമതായി ഈ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, പരിഹാസത്തിൻ്റെ സ്വരങ്ങൾ വാനിലേക്ക് ഉയർന്നപ്പോൾ ശാന്തതയുടെ നീരൊഴുക്ക് വിണ്ണിലേക്ക് സമ്മാനിച്ച ക്രിസ്തുവിനെയാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഓർമ്മപ്പെടുത്തുക. കുറ്റപ്പെടുത്താനും മുറിപ്പെടുത്താനും മാറി നിന്ന് കളിയാക്കാനും ഒക്കെ ആളുകൾ ആഹ്ലാദിക്കുന്ന മനസ്സുമായി ചുറ്റും നിൽക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ പ്രയാസ പ്രതിസന്ധികളുടെ നടുവിൽ പ്രക്ഷുബ്ധമായ മനസ്സുമായി നിൽക്കുമ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും ആളുകളുടെ കുറ്റപ്പെടുത്തലുകളും മുറിപ്പെടുത്തലും കേൾക്കുമ്പോഴും ജീവിതത്തിൻ്റെ ശാന്തത കൈവെടിയാതെ ക്രിസ്തുവിനെ നോക്കി പറയണം, ഏത് പരിഹാസത്തിൻ്റെ മേഖലകളിലും ശാന്തതയുടെ നീരൊഴുക്ക് ചേർത്ത് പിടിക്കാൻ കൃപയുള്ള ക്രിസ്തുവിൻ്റെ മകനും മകളുമാണ് ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുക്കർമ്മങ്ങൾ പങ്കുചേരുന്ന ഞങ്ങളെല്ലാവരും. ദുഃഖവെള്ളിയാഴ്ച തിരുക്കർമ്മങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ പീഡാനുഭവത്തിൽ ചരിത്രത്തിൽ ആതുംകൂർപ്പിച്ചിരിക്കും. ഗത്സമനി മുതൽ കുരിശിൻ്റെ വിരിമാറ് വരെയുള്ള ജീവിതത്തിൽ സഹനങ്ങൾ കൂട്ടിച്ചേർന്ന ഈശോയുടെ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളെ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥന വരെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ രക്തം വിയർത്തും പിടഞ്ഞും വേദന സഹിച്ചും കടന്നുപോകുന്ന ക്രിസ്തുവിനെ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കണ്ടുമുട്ടുമ്പോൾ, പരിഹാര പ്രദർശനത്തിൽ പ്രാർത്ഥനയോടെ ഓരോ കുരിശിൻ്റെ സ്ഥലങ്ങളും ധ്യാനിച്ചു പോകുമ്പോൾ, മൂന്നാമത് ഈ ദിവസം ഈ ദുഃഖവെള്ളി നമ്മൾ ഓർമ്മപ്പെടുത്തും. കാൽവരിയിലേക്കുള്ള യാത്രയിലും കുരിശിൻ്റെ വഴിയിലും ദൈവം ആരോടൊപ്പമാണ് എന്നെ കണ്ടുമുട്ടുക? വഴിയിലൂടെ തിരക്കും നടിച്ചു പോകുന്ന ആളുകളുടെ ചുറ്റുവട്ടമാണോ? കുരിശിലേക്ക് നോക്കി പരിഹാസങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി പുച്ഛിച്ചു പോകുന്ന ആളുകളെയാണോ? കുരിശിനോട് ചേർത്ത് പിടിച്ച് ജീവിതമായി കാത്തു നിൽക്കുന്ന ഒരു ശിമിയോനെ പോലെ, ജീവിതത്തിൻ്റെ ദുഃഖഭാവങ്ങൾ ഒപ്പിയെടുത്ത വെറോനിക്കയെ പോലെ, ഏത് മേഖലയിലാണ് എൻ്റെ ദൈവം ഈ കുരിശിൻ്റെ വഴിയിൽ, ഈ കാൽവരി മലയിൽ എന്നെ കാണുക? ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും കൂടെ നിൽക്കുന്ന അമ്മമാര്, കണ്ണുനീർ ചിന്തുന്ന ആളുകൾ, അതിനിടയിൽ തിരക്കുകൾക്കിടയിൽ ജീവിതത്തിൻ്റെ വ്യഗ്രതകളിലേക്ക് ഒരു നോട്ടം നോക്കി പോകുന്ന ആളുകൾ, എവിടെയാണ് ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ എൻ്റെ ദൈവം എന്നെ ആരോടൊപ്പമാണ് കണ്ടുമുട്ടുക? ദുഃഖവെള്ളിയാഴ്ച ഉദയരശ്മികൾ കാത്തു നിൽക്കുന്ന ഉദ്ധാന തിരുനാടിലേക്കുള്ള ഒരു സ്വർഗീയ സിംഹാസനത്തിൻ്റെ വാതിലായി ഈ തിരുനാൾ ദിവസം മാറട്ടെ. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ദുഃഖവെള്ളിയാഴ്ചയിൽ സ്വർണ്ണ സിംഹാസനത്തെ പോലെ ഒരു ഉദ്ധാന തിരുനാടിൻ്റെ പടിവാതിൽക്കൽ ദൈവത്തിൻ്റെ സഹനങ്ങളോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, സഹനങ്ങൾക്ക് ഒരു സ്വർഗീയ സൗരഭ്യമുണ്ടെന്ന് പഠിപ്പിച്ച ദുഃഖവെള്ളിയാഴ്ച ഞങ്ങളുടെ ജീവിതങ്ങളിൽ സഹനങ്ങളെ ചോദിച്ചു വാങ്ങാൻ, സഹനത്തിൻ്റെ കൃപയിൽ നിലനിൽപ്പിൻ്റെ വരങ്ങളുണ്ടാകാൻ, പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളിൽ ശാന്തത എന്ന പുണ്യത്തിൽ വളരാൻ ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ ഞങ്ങളെ ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലും സമൃദ്ധമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.